ലൈഫിലുണ്ടല്ലോ എല്ലാവരും എന്താ പറയുന്നത്, എല്ലാവർക്കും ഡ്രീംസ് ഉണ്ട്, ഒരു പാഷൻ കാണും, എനിക്ക് അതായി തീരണം. പക്ഷെ അതിനെപ്പറ്റി ആരും ട്രൈ ചെയ്യാനില്ല. കാരണം അത് പേടിയാണോ എന്താണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഒരു പെൻഗ്വിൻ്റെ സ്റ്റോറി ഒരിടയ്ക്ക് ലേറ്റസ്റ്റ് കുറച്ച് ദിവസം മുമ്പേ ഭയങ്കര ഫേമസ് ആയിരുന്നു. എല്ലാവരും സ്റ്റോറി ഇടുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, കമൻറ്റ് ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം വിചാരിക്കണം, ആ പെൻഗ്വിൻ എന്താ ചെയ്തത്? തനിക്ക് ഫുഡ് കിട്ടുമെങ്കിൽ അങ്ങോട്ടേക്ക് പോയാൽ കിട്ടത്തില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ലൈക്ക് എന്നാണ് പറഞ്ഞാൽ, കടലിൻ്റെ തീരത്ത് തന്നെ നിന്നാലേ അതിന് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് അതിനറിയാം. എന്നിട്ടും അത് പോയ ഡയറക്ഷൻ വേറൊരു ഡയറക്ഷൻ. കാരണം അത് ജസ്റ്റ് ഒരു ഡയറക്ഷൻ നോക്കിപ്പോയി. ആ പോയിൻ്റെ റീസൺ എന്നാന്ന് പോലും അറിയില്ല. ആക്ച്വലി അക്കോർഡിംഗ് ടു സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ, പെൻഗ്വിൻ അങ്ങനെ ചെയ്യുവാണെങ്കിൽ തൻ്റെ കൂട്ടത്തിലുള്ള പാർട്ട്ണർ പെൻഗ്വിൻ ഒരാളെ പ്രേമിക്കും. മീൻസ് റിലേഷൻഷിപ്പ് അവർ ഒരു കൂട്ടത്തിലുണ്ടാവുകയുള്ളൂ. അപ്പോൾ അവരുടെ പാർട്ട്ണർ ഇല്ലാണ്ടായാൽ അവർ സൂയിസൈഡ് ചെയ്യും. ഇതാണ് സ്റ്റഡീസ് പറയുന്നത്. അതിൻ്റെ പോയിൻ്റ് പർപ്പസ് ആർക്കും ഒന്നും അറിയില്ല. പക്ഷെ അത് നോക്കി ഡയറക്ഷനിൽ വേറെ ഒന്നും ചിന്തിച്ചില്ല, അത് പോവുക തന്നെ ചെയ്തു. അതും കൂടെ നമ്മൾ എന്നാ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഒറ്റൊരു കാര്യം, നമ്മുടെ ലൈഫിൽ ഇപ്പം എന്നാണ് പറയുന്നത്, നമുക്കൊരു റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടൈമുണ്ട്. ആഫ്റ്റർ മാരേജ് റിസ്ക് എടുക്കണമെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ, ആഫ്റ്റർ മാരേജ് ഞാൻ ബിസിനസ് ചെയ്യുക, എനിക്ക് എൻ്റെ പാഷൻ നോക്കണമെന്ന് പറഞ്ഞ് ജോലിക്ക് പോകേണ്ട, അതിൻ്റെ പുറകെ മാത്രം പോയാൽ നടക്കത്തില്ല. കാരണം നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ബിഫോർ മാരേജ് നിനക്കൊരു റെസ്പോൺസിബിലിറ്റി വില്ലേറ്റ് എടുക്കുന്നതിനേക്കാളും മുമ്പ് നിനക്ക് റിസ്ക് എടുക്കാൻ പറ്റും. അതാണ്. കാരണം ഇപ്പോൾ നിനക്ക് എന്തെങ്കിലും ലൈഫിലായി തീരണമെന്നുണ്ട്, അപ്പോൾ നിനക്ക് അവിടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം കുറച്ച് കാശ് പോയാലും കുഴപ്പമില്ല, എന്ത് ചെയ്താൽ നിനക്ക് അപ്പോൾ വേറെ ആളെ നോക്കണ്ട, സ്വന്തം കാര്യം നോക്കിയാൽ മതി. കാരണം പാരൻസ് ഇപ്പോൾ വീട്ടിലേക്ക് ഇങ്ങനെ ക്യാഷ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന സിറ്റുവേഷൻ കാണത്തില്ല, ചിലർക്ക് കാണും. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്കവിടെ ടൈം പീരീഡ് ഉണ്ട്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ. ബിഫോർ 25 ആ ഒരു ഏജ് വരെയാണ് കൂടുതൽ റിസ്ക് എടുക്കാൻ നമുക്ക് കിട്ടുന്ന ഗ്യാപ്പ്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയും. കാരണം ഇപ്പം ഞാൻ ഡ്യൂട്ടി ചെയ്ത് വരുന്ന ഹവേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പറ്റത്തില്ല. ഞാനും അറിയാം എനിക്ക് എന്ന് എത്തുമോ, എത്തിത്തീരുമോ, എൻ്റെ ഡ്രീം അവിടെ വരെ എത്തുമെന്ന് ഒരു ഉറപ്പില്ല. കാരണം അത് ലോങ് ആണ്. പക്ഷെ വൺ ഡേ എന്നെക്കൊണ്ട് പരമാവധി പറ്റുന്നത്ര ഞാൻ ട്രൈ ചെയ്യും. റിസൾട്ട് ഒരിക്കലും നമ്മൾ നോക്കില്ല, പ്രോഗ്രസ് ആവുന്നുണ്ടോ എന്ന് മാത്രം നോക്കാം. ഞാൻ നോക്കുന്നു ഡേ ബൈ എന്നെക്കൊണ്ട് എന്തോരം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അത്രയും ഇമ്പ്രൂവ് ചെയ്താൽ ഇതിൻ്റെ കാര്യം വെച്ചാൽ നമുക്ക് ലാസ്റ്റ് റിഗ്രറ്റ് വരത്തില്ല. പക്ഷേ അന്ന് ഞാനൊന്ന് ട്രൈ ചെയ്താണെങ്കിൽ എൻ്റെ ഡ്രീം ലൈഫ് എനിക്ക് ജീവിക്കാം. അത് വരില്ല. എന്നെക്കൊണ്ട് എന്ത് പറ്റുന്നോ അത് ട്രൈ ചെയ്യും. കിട്ടില്ലെങ്കിൽ കിട്ടണ്ട, പോട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം അവർക്ക് കിട്ടിയും വേണ്ട. അതിൻ്റെ കൂട്ടത്തിൽ ജീവിക്കാനുള്ള ഒരു വർക്ക് അത് ഞാൻ ചെയ്യുന്നുമുണ്ട്. അതാ എൻ്റെ കൂട്ടത്തിലാണ് എൻ്റെ പാഷൻ. അത് ഞാൻ ട്രൈ ചെയ്യും. അതുപോലെയാണ് നമ്മുടെ ലൈഫിലും എല്ലാവർക്കും പലതായി തീരണമെന്നുണ്ടാവും. ചിലവർക്ക് എന്തെല്ലാം ആവാം. അപ്പം കുറേ പേര് ഇപ്പോൾ എല്ലാവരും പോകുന്ന മെഡിക്കൽ ഫീൽഡ്, ഇപ്പോൾ നഴ്സിങ്ങിൻ്റെ പറയുകയായിരിക്കും എല്ലാവരും പോകുന്നത്. അതാണ് സ്കോപ്പ്. പുറത്ത് പോകണം, ക്യാഷ് ഉണ്ടാക്കണം, ലൈഫ് നോക്കണം, പാരൻസിനെ നോക്കണം, അങ്ങനെ ഒരു എയിം വെച്ചിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മുടെ ഡ്രീംസിനൊക്കെ നമുക്ക് മാറ്റി വെക്കേണ്ടി വരും സിറ്റുവേഷൻ. അതെനിക്ക് കറക്റ്റ് മനസ്സിലാവും. കാരണം ഞാനൊരു മിഡിൽ ക്ലാസ്സാണ്, എനിക്കും അറിയാം. നമുക്ക് ആ സമയത്ത് എല്ലാം വിട്ടു എറിഞ്ഞിട്ട് ഞാൻ എൻ്റെ പാഷൻ ചൂസ് ചെയ്യുന്ന പറയാൻ പറ്റത്തില്ല. ആഫ്റ്റർ നമ്മൾ ആ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പഠിക്കുന്നു, സ്റ്റഡി ആവട്ടെ, അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു 1 hour 2 hour പെർ ഡേ ജസ്റ്റ് ട്രൈ. കിട്ടൂല നീ ഒന്നും നീ നോക്കണ്ട, ട്രൈ ചെയ്തോളി. ഡേ ബൈ ഡേ വി ക്യാൻ അച്ചീവ്. അതുകൊണ്ടാണ് മേക്ക് വൺ ഗോൾ. ഒറ്റ ഗോൾ മാത്രം ചെയ്യണം, അല്ലാതെ പലതും വെക്കില്ല. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവാണ്, ആ ഒറ്റ ഒരു ഗോൾ നോക്കിയിട്ട് നീ ഡേ ബൈ അതിന് ഇമ്പ്രൂവ് ചെയ്ത് അതിൻ്റെ പുറകുവാണെങ്കിൽ വൺ ഡേ യു വിൽ ഗെറ്റ് സക്സസ്. പക്ഷേ അത് ഇന്ന് കിട്ടണമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആദ്യമേ വിചാരിച്ചത് ഞാൻ ആദ്യമേ വീഡിയോ ഇട്ട് അപ്പം ശരിയാവുന്നു. പക്ഷെ അങ്ങനെയല്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എന്ന് ചാനൽ സ്റ്റാർട്ട് ചെയ്തോ അങ്ങനെ തുടങ്ങിയതോളൂ. അപ്പോഴാണ് ഇനി എനിക്കിനി കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. വൺ ബൈ ഡേ കുറേ കാര്യം അപ്ഡേറ്റ് ചെയ്താലേ ശരിയാകത്തുള്ളൂ. കാരണം ഇപ്പോൾ നമ്മുടെ കൂടുതൽ മനസ്സിലാക്കാൻ കുറേ ആൾക്കാരുണ്ട്, പണ്ടത്തെ പോലെ ഒന്നുമല്ല. പ്ലാറ്റ്ഫോമൊക്കെ വളർന്നു. അപ്പം നമുക്ക് എഫക്റ്റ് അതുപോലെ ഇടണം. അതുകൊണ്ട് ജസ്റ്റ് തുടങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോരോ സാധനങ്ങൾ, നിൻ്റെ എന്താണോ നീ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം, ഒരു പാഷൻ, ചിലപ്പോഴും പലർക്കും പലതും ഉണ്ടാവണം. അതിനെപ്പറ്റി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഡേ ബൈ ഓരോരോ സാധനങ്ങൾ ആഡാക്കിക്കൊണ്ടിരിക്കും. ഞാനാണെങ്കിൽ ആദ്യം എൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം, മൈക്ക് പോലും ഇല്ല, ചുമ്മാ. ഇപ്പോൾ ഞാനൊരു മൈക്ക്, ഒരു ചെറിയ കാശിൻ്റെയാണ്, അതെനിക്ക് ജോലിക്ക് കയറി മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ
എന്നെക്കൊണ്ട് എന്ത് പറ്റുമോ ചെറിയ ചെറിയ സാധനങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ലേൺ ഫ്രം ദ മിസ്റ്റേക്ക്.